ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് ഒന്നുമില്ല. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട്, അതുപോലെ ഡിസ്ക് ബ്രേക്ക് ചെക്ക് ചെയ്യാൻ, അതുപോലെ ക്ലച്ചിൻ്റെ കേബിൾ ചെക്ക് ചെയ്യാൻ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ചെയിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അത് ചെയിൻ സ്പ്രോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. ചെയിൻ സ്പ്രോക്കറ്റ് മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം. അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ഓരോ ഈ പല്ലുകളുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് തേനം വന്നിട്ട് ചെയിന് കറക്റ്റായിട്ട് സ്പോക്കറ്റ് പിടിക്കണില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ്. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ ചെയിനും അതുപോലെ ഈ ഒരു സ്പോക്കറ്റും അതുപോലെ ഈ ഫ്രണ്ടിൽ വരുന്ന സ്പോക്കറ്റും അത് സെറ്റായിട്ടാണ് വരിക. അത് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കിലെ ബ്രേക്സും നമുക്കത് മാറ്റേണ്ടി വരും. ബ്രേക്കിലെ ബ്രേക്സ് നമുക്കത് ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഇറക്കുന്നത് കമ്പനി ബ്രേക്കും അല്ല അതിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു സൗണ്ടും ഉണ്ട്, അതിൻ്റേതായ ഒരു ബ്രേക്ക് ചവിട്ടി നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്സും മാറ്റണം. അതുപോലെ വീലിൻ്റെ റബ്ബർ പറയും, അതും മാറ്റണം. അപ്പോൾ ബാക്കിൽ നമുക്ക് വരുന്ന വർക്ക് പറഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റ്, ബാക്കിലെ ബ്രേക്സും വീൽ ഡാമ്പർ, ഇതാണ് നമുക്ക് മാറ്റിയിട്ടൊന്ന് റേസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു യൂണിറ്റ് MC സബ് പറയും, മാസ്റ്റർ സിലിണ്ടർ കിട്ടുന്നത് പറയും. ഈ ഒരു യൂണിറ്റ് നമുക്ക് മാറ്റണം. അതുപോലെ ഈ ലിവറും മാറ്റണം. ഈ ലിവറും ബെൻഡാണ്. അപ്പോൾ ഈ MC സബും ഈ ലിവറും മാറ്റി ഈ കാലിപ്പറസത്തിൽ ഫുള്ളായിട്ടൊന്ന് അയച്ച് റീസെറ്റ് ആക്കണം. ഈ പിസ്റ്റൻ്റെ ഓറിനോട്ട് മാറ്റിയിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് റീസെറ്റ് ചെയ്ത് ഓയിലൊക്കെ കറക്റ്റായിട്ട് പമ്പ് ചെയ്ത് റീസെറ്റ് ആക്കേണ്ടി വരും. എന്നാലാണ് ആ ഡിസ്ക് ബ്രേക്ക് കറക്റ്റ് ആവുള്ളൂ. ഡിസ്ക് പാഡൊന്നും കുഴപ്പമൊന്നുമില്ല. പാഡ് നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് പാഡ് ഉപയോഗിക്കേണ്ട, മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കിൻ്റെ ഈ MC സബും ഈ ലിവറും അതുപോലെ കാലിപ്രസും ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ പിസ്റ്റൻ്റെ ഓറിങ്ങും മറ്റേ ഓയിൽ കറക്റ്റായിട്ട് പമ്പ് ചെയ്തിട്ട് റീസെറ്റ് ആക്കണം കേട്ടോ. പിന്നെ നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എൻജിൻ ഓയിൽ ലെവലൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് പോകുന്ന ഓയിലാണ് ആ ലെവൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ ക്ലച്ച് കേബിൾ ലോഡായി കിടക്കുകയാണ്. അതാണ് വണ്ടി പിക്കപ്പിൽ വണ്ടി വലിക്കുന്നില്ല കറക്റ്റായിട്ട്. ഈ ക്ലച്ച് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ക്ലച്ച് കേബിളും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൽ എൻജിൻ ഓയിലും കൂടി ഉൾപ്പെടുത്താം. എന്നിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ കേട്ടോ. ഓക്കെ.